ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മളിവിടെ നോക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ CJP എന്ന് പറഞ്ഞ പാർട്ടി വളരെയധികം ആവേശത്തോടു കൂടി പ്രതിഷേധം നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. നിലവിൽ പല യുവാക്കൾ അവിടെ പങ്കെടുത്തു, അതുപോലെ പല സെലിബ്രിറ്റീസ് അവിടെ പോയി പങ്കെടുത്തു, അതുപോലെ പല പൊളിറ്റിക്കൽ നേതാക്കൾ, പരാജയപ്പെട്ട പല നേതാക്കളും അവിടെ ചെന്ന് പങ്കെടുത്തു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പം ശരിക്കും ആരാണ് CJP പാർട്ടി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പം റിവീലായിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പറഞ്ഞു പോവാം. വേറൊന്നുമല്ല, ശരിക്കും ഇനി വരുന്ന ഒരു 1.5 വർഷം അൻറ്റിൽ 2029 അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ വരെ ശരിക്കും ഈ CJ പാർട്ടി വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ ഇന്ത്യക്കുള്ളിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇവരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു അവയർനെസ്സിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ. അവയർനെസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവാം, ഇറ്റ്സ് അപ് ടു യു. അത് ഓരോരുത്തർക്കും അവരുടെ പൊളിറ്റിക്കൽ താല്പര്യം അനുസരിച്ച് വിഷയത്തിനെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഈ CJ പാർട്ടിയുടെ കൺവീനറായിട്ടുള്ള അഭിജിത്ത് DK 30 വയസ്സ്, അതുപോലെ അതിൻ്റെ കോ കൺവീനർക്കും 30 വയസ്സ്, പിന്നെ സൗരവ് ദാസ് CJPയുടെ സ്പോക്സ് പേഴ്സൺ 27 വയസ്സ്, അഷിതോഷ് 30 വയസ്സ്, ദീപക് 26 വയസ്സ്, നവാസ് 30 വയസ്സ്, വൈഷ്ണവി എന്ന് പറഞ്ഞൊരു ലേഡി 29 വയസ്സ്, യോഗേഷ് 33 വയസ്സ്. ഇത്തരത്തിലുള്ള നേതാക്കൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ CJ പാർട്ടിയിൽ. സോണൽ വൈസായിട്ട് 4 സോണലായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അടുത്ത 6 മാസത്തിനുള്ളിൽ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ ലോക്സഭ സിറ്റി ലെവൽ കോർഡിനേഷൻ യൂണിറ്റ്, ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലക്ഷ്യം PM മോദി, അത് വളരെ വ്യക്തമാണ്. അഭിജിത്ത് DK ഡയറക്റ്റ്ലി ടാർഗറ്റിംഗ് PM മോദി, കറൻ്റ്ലി റൂളിംഗ് പാർട്ടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ഓൺലൈൻ മൂവ്മെൻ്റ് ആണ്. ഇതുവരെ ഇവർക്കൊരു ഫിസിക്കൽ ഓഫീസോ ഫിസിക്കൽ അഡ്രസ്സോ നിലവിലില്ല. പിന്നെ അഭിജിത്ത് DKക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഹാൻഡിലെല്ലാം തന്നെ വളരെ വിദഗ്ധമായി ഹാൻഡിൽ ചെയ്തിരുന്നത് അഭിജിത്ത് DK ആണ്. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് 2020-ലും 2023-ലും ഇലക്ഷൻ ക്യാമ്പയിനിൽ വളരെ ശക്തമായ രീതിയിൽ പങ്കെടുത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അഭിജിത്ത് DK. സോഷ്യൽ മീഡിയയിൽ അഭിജിത്ത് DKക്കുള്ള എക്സ്പീരിയൻസ് വളരെ വലുതാണ്. ആം ആദ്മി പാർട്ടിയുടെ CMO ഓഫീസിൻ്റെ അഡ്വൈസറായിട്ട് വരെ പ്രവർത്തിച്ചിട്ടുണ്ട് അഭിജിത്ത് DK. ഐ മീൻ ടു സേ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഡ്വൈസറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. അതുപോലെ അശുതോഷ് ശൃംഖ, പുള്ളിക്കാരൻ ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസി ഇലക്ഷൻ ക്യാമ്പയിനിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അജിനേക ഷിൻഡെ, പുള്ളിക്കാരൻ ആം ആദ്മി പാർട്ടിയുടെ മഹാരാഷ്ട്ര യൂത്ത് വിങ്ങിൻ്റെ കൺവീനറാണ്. അതുപോലെ മറ്റൊരു വ്യക്തിയാണ് വിജയ് റെഡ്ഡി മല്ലാങ്കി, ആം ആദ്മി പാർട്ടിയുടെ തെലുങ്കാന ലീഡർ. യോഗേഷ് ഷിംഗ്ലെ, ആം ആദ്മി പാർട്ടി പൂനെ വിങ്. അങ്കിത് ഭരദ്വാജ്, ആം ആദ്മി പാർട്ടി. അപ്പോൾ നമുക്ക് ഈ ഒട്ടുമൊത്ത ആൾക്കാരുടെയും ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് കഴിയുമ്പോൾ ഈ CJ പാർട്ടിയിൽ ക്ലിയർ കട്ടായിട്ട് മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ, പ്രതിഷേധിക്കാൻ ചാടിക്കെട്ടി വന്ന സെലിബ്രിറ്റീസിനെ മാറ്റി നിർത്തു. അതിലുപരിയായിട്ട് ഈ പാർട്ടിയിലെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ പല ഏരിയ, 4 സോണൽ ഏരിയ തിരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ CJ പാർട്ടി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ മെമ്പേഴ്സിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത്. അതിനിപ്പം അഭിജിത്ത് DK ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് അയാൾക്ക് പരിചയമുള്ളതെല്ലാം ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ CJ പാർട്ടി പ്രതിഷേധം പ്രഖ്യാപിച്ച് പാർലമെൻറ്റിന് മുന്നിലെത്തിയ സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ വാലിഡേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അവിടെ കൃത്യമായിട്ട് ഇവർ അജണ്ട പ്രൊപ്പഗണ്ട തന്നെയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. അതിന് പ്രധാനമായിട്ട് ഞാൻ ഇത് എടുത്ത് പറയാനുള്ള കാരണം, ആം ആദ്മി പാർട്ടി ഇപ്പം നിലവിൽ എവിടെയാണ്? നിലവിൽ അവർക്ക് എവിടെയും ഭരിക്കാൻ സ്റ്റേറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ അവർ ഭരിച്ചിരുന്ന കാലഘട്ടത്ത് ശരിക്കും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഉള്ളത് ഇന്ത്യ മുന്നണിയിലാണ്. ഇന്ത്യ എന്ന് പറഞ്ഞൊരു മുന്നണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് BJPക്കെതിരെ, ഇപ്പം ഭരിക്കുന്ന ഭരണകക്ഷിക്കെതിരെ കംപ്ലീറ്റ് ചെറുകിട കക്ഷികളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിയൽ പരുവത്തിൽ ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണം. അത് നമ്പർ 1. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ശക്തമായ രീതിയിൽ പിന്നീട് തിരിച്ചു വരാം. എല്ലാ പാർട്ടിക്കും ഒരു ഇൻകംബൻസി ടൈം ഉണ്ടാവും.
ആ ടൈം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ജനങ്ങൾ ചൂസ് ചെയ്യുന്നത് കോൺഗ്രസിനെ തന്നെയായിരിക്കും. ആ ബോധ്യമില്ലാത്ത കോൺഗ്രസ് നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ്. അത് നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല. കോൺഗ്രസിന്റെ പതനം തുടങ്ങിയത് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിലാണ്. അത് തന്നെയാണ് ശരിയായിട്ടുള്ള നിരീക്ഷണം. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടി ഈ CJ പാർട്ടി ശരിക്കും ജുഡീഷ്യറി സിസ്റ്റത്തെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെയുമാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. അവരങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അവരിപ്പോൾ SIR ഒക്കെ നടപ്പിലാക്കി ലിസ്റ്റൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവർ ഒരുപാട് സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകൾ അറേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകൾ. ഇതിലൂടെ അവർ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസ് ത്രൂ പാരൻസ്, അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ ശരിക്കും പ്രൈം മിനിസ്റ്റർ മോദിക്കെതിരെ കൃത്യമായിട്ടുള്ള ക്യാമ്പയിൻ ഇവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ജാർഖണ്ഡിൽ റീസെൻ്റായിട്ട് പരീക്ഷ പേപ്പർ ചോർച്ചയുണ്ടായി. CJP അവിടെ പോയി നമുക്ക് കാണാൻ കഴിയുന്നില്ല, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തായാലും സ്റ്റുഡൻസിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായിട്ട്. ഇനി അഭിജിത്ത് DK പറഞ്ഞിരിക്കുന്നത് 7 ലക്ഷം രൂപയാണ് പുള്ളിക്കാരൻ്റെ ആനുവൽ ഇൻകം. പുള്ളിക്കാരൻ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കയിലാണ് പഠിച്ചത്. എന്ത് സംഭവം എന്നുള്ളത് നമുക്കറിയത്തില്ല. പുള്ളിക്കാരൻ്റെ ഫാദറിന് 50,000 രൂപയേ ഉള്ളൂ മാക്സിമം വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ബോസ്റ്റണിൽ പഠിച്ചൊരു വ്യക്തി ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് 7 ലക്ഷം പോലും പുള്ളിക്കാരൻ്റെ എക്സ്പെൻസസിന് കയ്യിലില്ല എന്നുള്ള സാഹചര്യമാണ്. അഭിജിത്ത് DK താമസിക്കുന്നത് ഡൽഹിയിൽ ഗ്രേറ്റർ കൈലാഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ലക്ഷറി ആയിട്ടുള്ള ആൾക്കാർ, റിച്ച് ബിസിനസ്മാനൊക്കെ താമസിക്കുന്ന ഏരിയയാണ് ഈ ഗ്രേറ്റർ കൈലാഷ് എന്ന് പറയുന്നത്. അവിടെയാണ് അഭിജിത്ത് DK താമസം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഫൂട്ടേജ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അഭിജിത്ത് DK ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ, അതേപോലെ തന്നെ റെൻ്റൽ എഗ്രിമെൻറ്റ്, മാനിപ്പുലേറ്റഡ് റെൻ്റൽ എഗ്രിമെൻറ്റ്, വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ പുള്ളിക്കാരന് താമസ സ്ഥലം കിട്ടി എന്നുള്ള രീതിയിലാണ് ആ റെൻ്റൽ എഗ്രിമെൻറ്റ് കാണിച്ചിരിക്കുന്നത്. ആരെങ്കിലും 90% ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ഒരു റെൻ്റൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളിക്കാരൻ കാണിച്ച റെൻ്റൽ ഡീഡിൽ ഇങ്ങനെ തന്നെയാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല, താക്കൂർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ അമേരിക്കയിലുണ്ട്. ഈ താക്കൂർ ഫൗണ്ടേഷൻ ഇന്ത്യക്കുള്ളിൽ കോവിഡ് പടർന്ന് പന്തലിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ കോവിഡ് പടരുന്നതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള വിഷയം. ആഗോളതലത്തിൽ കോവിഡ് പടർന്ന് പന്തലിക്കാൻ ഇന്ത്യയാണ് കാരണമെന്ന് എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ഫൗണ്ടേഷനാണ് താക്കൂർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ചൈനയിൽ നിന്നും പടർന്ന് പന്തലിച്ച കൊറോണ വൈറസ് ഇന്ത്യയുടെ തലയിൽ ചാർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന ഒരു ഫൗണ്ടേഷനാണ് താക്കൂർ ഫൗണ്ടേഷൻ. താക്കൂർ ഫൗണ്ടേഷനിൽ നിന്നും ശരിക്കും അഭിജിത്ത് DKക്ക് ഫണ്ട് വരുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇപ്പം നിലവിലൊരു അലിഗേഷനായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ പുറകിൽ അന്വേഷണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഈ CJ പാർട്ടി ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധം ഒരു ഓർഗാനിക് മൂവ്മെൻറ്റിൽ ക്രിയേറ്റ് ആയ ഒരു പ്രതിഷേധമല്ല. ശരിക്കും അത് ഓർഗനൈസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത, നല്ല രീതിയിൽ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു 2 ആഴ്ചക്കുള്ളിൽ തട്ടിക്കൂട്ടിയെടുത്തൊരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോപ്പുലർ ചെയ്ത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രോങ് ആയിട്ട് പൊളിറ്റിക്സിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ചേർന്നെടുത്ത തീരുമാനമാണ്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി എടുത്ത തീരുമാനമാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് എവിടെയും ഇപ്പം ഭരിക്കാൻ സ്ഥലമില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷം എങ്ങനെയാണോ ഒരു സ്ഥലത്തും ഭരണമില്ലാതെ നിൽക്കുന്നത്, അതേപോലത്തെ അവസ്ഥയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആം ആദ്മി പാർട്ടി അവർ ക്രിയാത്മകമായ രീതിയിൽ അവതരിപ്പിച്ചൊരു പരിപാടിയാണ് CJP എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അഭിജിത്ത് DK ഞങ്ങൾ ആം ആദ്മി അല്ല, ഞങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും ഇവരുടെ റൂട്ട് ശരിക്കും ഇതിലെ മെമ്പേഴ്സ്, സുപ്രധാന പൊസിഷനിൽ വന്നിരിക്കുന്ന കൺവീനേഴ്സ്, ഇവരെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അതിൽ യാതൊരു മാറ്റവും. അപ്പോൾ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ ആശയങ്ങളുമായിട്ട് തന്നെയായിരിക്കും ഈ പുതിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഒരു പോർട്ട്ഫോളിയോ. അത്തരത്തിലായിരിക്കും മുന്നോട്ട് അവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം CJP എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു രൂപം. അവർ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്കുള്ളിൽ ശ്രമിച്ചത് നടന്നില്ല. അപ്പോൾ അതിന് പകരം അവർ ഇപ്പോൾ എഫക്റ്റീവായിട്ട് മറ്റൊരു രീതിയിൽ പുറത്തോട്ട് വരികയാണ്. അതാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ അഭിജിത്ത് DKയുടെ വാടകയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ചെറിയ വിഷയങ്ങളിൽ പോലും സത്യസന്ധത ഇല്ലാതെ ഇത്ര തുടക്കകാലത്തിൽ തന്നെ ഇത്തരത്തിൽ റെൻ്റൽ എഗ്രിമെൻ്റൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വലിയ വാടക തുകയൊക്കെ ചെറിയ തുകയായിട്ട് എഗ്രിമെൻറ്റിൽ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഫുട്ടേജസ് ഒക്കെ പുള്ളിക്കാരന് തന്നെ പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. അതാണ് ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫ്രോഡലൻ്റ് മൈൻഡ് സെറ്റ് ആ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന അഭിജിത്ത് DKക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഗ്രേറ്റർ കൈലാഷ് എന്ന് പറഞ്ഞ എക്സ്പെൻസീവ് ആയിട്ടുള്ള
റെസിഡൻഷ്യൽ ഏരിയയിൽ വാടകയ്ക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഔദാര്യത്തിലോ താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തരത്തിൽ പുള്ളിക്കാരനെ കുറിച്ച് തന്നെ പുള്ളിക്കാരൻ ഒരു മാനിപ്പുലേറ്റഡ് റെൻ്റൽ ഡീഡ് പബ്ലിഷ് ചെയ്തുകൊണ്ട് ന്യായീകരണവാദങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ഇവരൊക്കെയാണ് ഇന്ത്യക്കുള്ളിലുള്ള എഡ്യൂക്കേഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുടെ എഡ്യൂക്കേഷനും നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് ഞാൻ നടത്തി വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.